കേരളത്തിൽ വലിയൊരു മുന്നേറ്റം BJP നടത്താൻ പോവുക. സുരേന്ദ്രൻ്റെ നേതൃത്വത്തിൽ വളരെ ശക്തമായ പ്രവർത്തനം BJPയിൽ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അതിനകത്തൊരു പ്രത്യേകത ഞാൻ കണ്ടത്, തിരുവനന്തപുരം 100% ജയിക്കും, ഒരു തർക്കം വേണ്ട. രാജീവ് ചന്ദ്രശേഖർ രാജീവ് ചന്ദ്രശേഖരൻ ജയിച്ചു കഴിഞ്ഞു, ഒരു സംശയം വേണ്ട. അനിൽ ആന്റണി ജയിച്ചു കഴിഞ്ഞു. അതുപോലെ തന്നെയാണ് നമ്മുടെ സിനിമ നടനായിട്ടുള്ള സുരേഷ് ഗോപി. അദ്ദേഹം ആദ്യം ഭയങ്കര മിന്നലായിരുന്നെങ്കിലും പിന്നീട് അവിടെ ഉണ്ടായ ചില സംഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു ചെറിയ പിന്മാറ്റം അവിടെ ഉണ്ടായി. എങ്കിലും ഇലക്ഷൻ ആയപ്പോഴേക്ക് വീണ്ടും അത് കയറി വിജയസാധ്യത ഉറപ്പാക്കാൻ കഴിഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്ക് കിട്ടിയ കണക്കനുസരിച്ച് സുരേഷ് ഗോപിയും ജയിക്കും. ഈ 3 സീറ്റും ഒരു തർക്കമില്ല. പിന്നെ ഞാൻ മൊത്തമായിട്ട് ഞാൻ പറഞ്ഞ കണക്ക് ഞാൻ ഇപ്പോഴും ആ കണത്തിന് ഉറച്ചു നിൽക്കുക. 3 സീറ്റ് BJPക്ക് ഉറപ്പാണ്, 3 സീറ്റ് CPMന് ഉറപ്പാണ്, 10 സീറ്റ് UDFന് ഉറപ്പാണ്. പോയിട്ട് 4 സീറ്റ് എങ്ങോട്ട് വേണേൽ വരാം. അത് BJPക്കാകാം, CPMനാകാം, കോൺഗ്രസിനാകാം. ആ നിലയാണ്. ഏതായാലും BJP അക്കൗണ്ട് തുറക്കുമെന്ന് മാത്രമല്ല, ഇത്തവണ വരാൻ പോകുന്ന പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അടുത്ത 26 അസംബ്ലി തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ഏറ്റവും പ്രമുഖ കക്ഷി എന്ന് പറയുന്നത് BJP ആയിരിക്കും.